നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നതിന് രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ഗവർണർ അയച്ച ബില്ലുകളിൽ രാഷ്ട്രപതി 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ ഒപ്പിടുന്നതിലെ അനാവശ്യ കാലതാമസം ഒഴിവാക്കാനെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഓർഡിനൻസുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് 3 ആഴ്ചയാണ് സമയപരിധി. തമിഴ്നാട് ഗവർണർ ഡോക്ടർ RN രവിക്കെതിരായ വിധിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങളുള്ളത്. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, അസൂണസ് എന്നുള്ള പ്രയോഗത്തിന് അർത്ഥം കൽപ്പിക്കുകയാണ് സുപ്രീം കോടതി. ഗവർണറുടെ കാര്യത്തിൽ ആ തീരുമാനമായി. ഇപ്പോൾ രാഷ്ട്രപതി എത്ര സമയം ഒരു ബില്ല് പിടിച്ചുവെക്കാൻ സാധിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണോ സമയപരിധി നിശ്ചയിക്കുകയാണോ സുപ്രീം കോടതി? ശ്യാം, ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. ഭരണഘടനയെ അനുസരിച്ചും 200-ന് പുതിയ വ്യാഖ്യാനം ആസ് സൂൺ ആസ് പോസിബിൾ, അഥവാ എത്രയും വേഗം എന്നതിന് വ്യാഖ്യാനം കൽപ്പിക്കുകയാണ്, കൃത്യമായ വ്യാഖ്യാനം കൽപ്പിക്കുകയാണ് സുപ്രീം കോടതി. അത് ഗവർണർമാരുടെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രപതിയുടെ കാര്യത്തിലും ആ വ്യാഖ്യാനമുണ്ട്. നേരത്തെ ഗവർണർമാരുടെ കാര്യത്തിൽ ആ വിധി പറയുമ്പോൾ തന്നെ സുപ്രീം കോടതി അതിന്മേൽ വ്യക്തത വരുത്തിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിക്കും സമയപരിധി ഏർപ്പെടുത്തിയിരിക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നതിനാണ് രാഷ്ട്രപതിക്കും സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചത്. ഗവർണർ അയച്ച ബില്ലുകളിൽ രാഷ്ട്രപതി 3 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, ഓർഡിനൻസുകളിൽ സംസ്ഥാന സർക്കാർ പാസാക്കി അയക്കുന്ന ഓർഡിനൻസുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കുള്ള സമയപരിധി 3 ആഴ്ചയാണ്. ചോദ്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, രാഷ്ട്രപതി എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടാണ് ചോദിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അതിന്റെ നോഡൽ ഏജൻസി. അവിടെ നിന്നാണ് മറ്റ് മന്ത്രാലയങ്ങളിലേക്ക് അതിന്റെ വിവരങ്ങൾ പോവുകയും ചെയ്യുന്നത്. അങ്ങനെ മറ്റേതെങ്കിലും ഒരു മന്ത്രാലയത്തോട് വിവരം ചോദിച്ചാൽ 15 ദിവസത്തിനകം മറുപടി നൽകണം. 15 ദിവസത്തിനകം മന്ത്രാലയത്തിന്റെ മറുപടി നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയം മതിയായ കാരണം ഉൾപ്പെടെയാണ് അതിന് മറുപടി നൽകേണ്ടത്. അങ്ങനെ 1 മാസത്തിനകം ആ കാരണം നൽകിയില്ലെങ്കിൽ, തീരുമാനം അറിയിച്ചില്ലെങ്കിൽ മന്ത്രാലയത്തിന് ബില്ലിൽ നിലപാടില്ല എന്ന് കണക്കാക്കുന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പോക്കറ്റ് വീറ്റോ എന്നൊരു സംവിധാനം ഇനി നമ്മുടെ രാജ്യത്ത് നടപ്പാവൂല. അത് രാഷ്ട്രപതി ആണെങ്കിലും ശരി, ഗവർണർ ആണെങ്കിലും ശരി, സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ 3 മാസത്തിനകം ഒന്നുകിൽ ആ ബില്ല് തിരിച്ചയക്കണം എന്നുള്ളതാണ്. ഓർഡിനൻസുകളാണെങ്കിൽ പരമാവധി 3 ആഴ്ച സമയം മാത്രമേ രാഷ്ട്രപതിക്കുമുള്ളൂ എന്നുള്ളതാണ്. സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. ഗവർണർ RN രവിക്കെതിരായിട്ടുള്ള വിധി പരാമർശത്തിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്.